ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നത്തിങ് ഫോൺ 3A Pro എങ്ങനെയുണ്ട്? ബേസിക്കലി ഈ ഫോൺ വന്നിട്ട് 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഒന്ന് 8GB 128GB. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസാണ് 29,999 ആയിട്ടാണ് വരുന്നത്. മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 31,999. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 33,999 ആയിട്ടാണ് വരുന്നത്. സോ ആക്ച്വൽ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് 30K 30,000 രൂപക്കാണ് ഈ ഒരു ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഇതിൻ്റെ ഡിസൈൻ 2 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ വരുന്നുണ്ട്, ഒരു ലൈറ്റ് ബ്ലാക്ക് കൂടെ വരുന്നുണ്ട്. കാണാൻ നത്തിങ്ങിൻ്റെ ടിപ്പിക്കൽ ഡിസൈനാണ്, പക്ഷേ സർക്കിൾ ക്യാമറ മൊഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറയ്ക്ക് നല്ല വലിയ ബമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാണാൻ അതാണ്. ബാക്കിൽ ലൈറ്റ് കത്തും, 3 സ്ട്രിപ്പ് ലൈറ്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അത് പ്ലേ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുന്ന ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് കത്തുന്ന ഫോണാണ് എന്ന് വെച്ചത് ഗെയിമിംഗ് ഫോണല്ല. ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ, ഗെയിമിംഗ് ഫോണല്ല. ഡിസൈൻ വൈസ് ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നത്തിങ് ഫോൺ 3A ഡിസൈൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുറച്ചും കൂടെ എന്തോ ഒരു പോലെയാണ് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. എന്തോ ഒരു പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. 211 ഗ്രാം വെയിറ്റും 8.3 തിക്നെസ് ആയിട്ട് വരുന്നുണ്ട്. IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ റേഞ്ചിലെ ബെസ്റ്റ് ഒന്നല്ല, ഈ റേഞ്ചിലെ ബാക്കിയുള്ള ഫോൺ IP69 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്ന സമയത്ത് ഇതിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു നോർമൽ സെറ്റപ്പിൽ മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ബാക്കിലൊരു സൈഡിലൊരു എസെൻഷ്യൽ കീ എന്ന് പറയുന്ന കീ ഉണ്ട്. അത് ഞാൻ നേരത്തെ 3A പറഞ്ഞ ആ ടിപ്പിക്കൽ സംഭവം തന്നെയാണ് ഇതിൽ. അതായത് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻഷോട്ടും അടിയിലായിട്ടൊരു വോയിസ് റെക്കോർഡും ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ഇതിപ്പോൾ ഓർമ്മ വന്നു, അപ്പം ഇതിൽ പറഞ്ഞ് റെക്കോർഡ് ചെയ്യാമെന്ന രീതിയിൽ ഉള്ളൊരു സംഭവം മാത്രമാണ്. എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സേവ് ചെയ്ത സംഭവങ്ങൾ അതിൽ കാണാൻ വേണ്ടി പറ്റും. എന്നല്ലാതെ ഇത് വെച്ചുകൊണ്ട് എന്ത് യൂസ്ഫുള്ളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. അത് യൂസ് ചെയ്താൽ മാത്രമേ തിരിയുള്ളൂ എന്താണ് ഇത്, എന്തിനാണ് എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ടിപ്പിക്കൽ ഇതിൻ്റെ പരിപാടി. ഇതാണ് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കീ കൊണ്ടുവന്നിട്ടുണ്ട് പുതുതായിട്ട് എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ സംഭവമായിട്ടൊന്നും പറയാനില്ല. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റായ ഡിസ്പ്ലേ ആണ് വരുന്നത്. ബസ്സിലൊക്കെ കുറവാണ്, വലിയ ബസ്സിലും കാര്യങ്ങളൊന്നും വരുന്നില്ല. പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇറ്റ്സ് നൈസ്. ഡിസ്പ്ലേ വൈസ് ഈ റേഞ്ചിൽ 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഫോൺസ് വേറെ ഉണ്ട്. അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡീസൻറ്റ് സ്പെക്ക് മാത്രമേ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വരുന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഫുൾ HD അത്രയൊക്കെ മതിയില്ല, 1.5K വേണമെന്നൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ഫോണിൽ 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര നല്ല ഡിസ്പ്ലേ അല്ല. അത് ആദ്യം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്? 50 MB ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 50 MB ഒരു 3x പെരിസ്കോപ്പിക് ലെൻസ് വരുന്നുണ്ട്. 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ റിയറിൽ വരുന്നുണ്ട്. 50 MB തന്നെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4K 30 FPS വീഡിയോസ് ഫ്രണ്ട് ആൻഡ് റിയറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്കിൽ 3x പെരിസ്കോപ്പ് വരുന്നുണ്ട്. പക്ഷെ അതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ റിവ്യൂസൊക്കെ കാണുന്ന സമയത്ത് പറയുന്നത് ആ ക്വാളിറ്റി ഒന്നും തരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാതെ ഞാൻ പറയാനുള്ള ഒരു സംഭവം എനിക്ക് ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ക്യാമറ റിവ്യൂ നിങ്ങളെ നോക്കിയിട്ട് മാത്രം വിലയിരുത്താൻ. ഇതിൻ്റെ പ്രീവിയസ് മോഡൽസിലൊക്കെ നമുക്ക് ക്യാമറ ഭയങ്കര 50 MB ഒക്കെ ഉണ്ടെങ്കിലും വലിയ ക്വാളിറ്റി ഒന്നും അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അങ്ങനെയാണെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ നിങ്ങൾ റിവ്യൂസ് പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്താം. നിങ്ങൾക്ക് ഇതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം പോയാൽ മതി. കമ്പാരിസൺ വീഡിയോസൊക്കെ ഉണ്ടാവും, അതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുക ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺസിൽ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ക്യാമറ സെലക്ട് ചെയ്യാം. ദെൻ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് Qualcomm സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 8 lakh ആൻഡ് സ്കോർ മാത്രമേ വരുന്നുള്ളൂ. ഈ റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നുമല്ല. ഇതിൻ്റെ ഡബിൾ പവറുള്ള പെർഫോമൻസ് ചിപ്സെറ്റും വെച്ചുകൊണ്ട് വേറെ ഒരുപാട് ഫോൺസ് ഈ റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിനെക്കാട്ടി വില കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണല്ല. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു 20K റേഞ്ചിലൊരു ഫോണിൽ വരുന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ LPDDR4X RAM യൂസ് 2.2 സ്റ്റോറേജ് മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം 3.1 പോലും ഇവർ കൊടുത്തിട്ടില്ല. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നത്തിങ് OS 3.1 ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. 3+6 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്.
സോ അതൊക്കെ നൈസായിട്ട് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് കിട്ടുന്നുണ്ട്. അതിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. 5000 mAh ബാറ്ററി, 50 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ റേഞ്ചിലെ ചില ഫോണുകളിൽ വയർലെസ് ചാർജിങ് അടക്കം സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസും വരുന്നുണ്ട്. ഓവറോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 രൂപ പ്രൈസ് പോയിന്റിലെ ബെസ്റ്റ് ഫോൺ ഇതല്ല. ഒരു നോർമലായിട്ടുള്ള ഒരു സ്പെക്ക് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ റേഞ്ചിലെ ബാക്കിയുള്ള ഫോൺ IP69 റേറ്റിംഗുള്ള ഫോൺ വരുന്നുണ്ട്, 1.5K റെസൊല്യൂഷനുള്ള ഫോൺ വരുന്നുണ്ട്, നല്ല ചിപ്സെറ്റ് പെർഫോമൻസ് ഒക്കെ ഉള്ള ഫോൺ വരുന്നുണ്ട്, 6500 mAh ബാറ്ററി വരുന്ന ഫോണുണ്ട്, 125 വാട്ട് വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുണ്ട്, വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുണ്ട്. അതൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട്, ഇതെല്ലാം ഒരുമിച്ചുള്ള ഫോണും ഇല്ല കേട്ടോ, ഞാൻ ഇതൊക്കെ വേറെ ഫോണിലുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാലും ബേസിക് ഒട്ടുമിക്ക കാര്യങ്ങളുള്ള ഫോൺസ് വേറെ ഉണ്ട്, അത് ഞാൻ പിന്നെ കമ്പയർ ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെയുള്ള ഫോൺ വേണം. നത്തിങ്ങിൻ്റെ OS ഒക്കെ അത്യാവശ്യം ബ്ലോട്ട് വെയേഴ്സോ ആഡ്സോ ഒന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള UI ആണ്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അല്ല ബെസ്റ്റ് ഫോൺ നോക്കിയിട്ടൊന്നും ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് ബെസ്റ്റ് അല്ല, അതാദ്യം പറയാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അപ്പിനോ സൈനിങ് ഓഫ്. ബൈ.